സംസ്ഥാനത്തെ 31 ഡിവിഷനുകളിലാണ് തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ UDFന് മേൽക്കൈ ആണ് എന്ന് മാത്രമല്ല, കായംകുളത്തെ പത്തിയൂരിൽ വലിയ വിജയമാണ് UDF നേടിയത്. അവിടെ LDFൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായ ബിപിൻ സി ബാബു BJPയിലേക്ക് പോയെങ്കിലും ഫലത്തിൽ നേട്ടം കൊയ്തിരിക്കുന്നത് UDF ആണ്. നമുക്കറിയാം, കായംകുളത്തെ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം മേഖലയിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ LDF ദയനീയമായി അവരുടെ വോട്ടുകൾ ചോർന്നത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ കായംകുളം ലോക്കൽ കമ്മിറ്റി സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് അവിടെ R. നാസർ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള R. നാസറിൻ്റെ കീഴിൽ SDPI പോപ്പുലർ ഫ്രണ്ട് രഹസ്യധാരണ CPIMനുണ്ട് എന്നുള്ളത് എല്ലാ കാലത്തും വെളിപ്പെട്ട സംഭവമാണ്. വലിയ തോതിൽ ആരിഫിൻ്റെ ഒരു കോക്കസാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായിരുന്നു. ഏതായാലും പ്രതിഭ ഹരി കോൺഗ്രസിലേക്ക് പോകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. പത്തിയൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം UDF ആഘോഷപൂർവ്വം മാറ്റി എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിലെ നാട്ടികയിൽ. അവിടെ 9-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി 120ഓളം വോട്ടുകൾക്ക് വിജയിച്ച് കയറിയത്. LDFൻ്റെ സിറ്റിംഗ് സീറ്റ് ഏകദേശം 260 വോട്ടുകൾക്ക് ജയിച്ച സിറ്റിംഗ് സീറ്റാണ് UDF അട്ടിമറി വിജയം നേടിയെടുത്തത്. അതോടുകൂടി നാട്ടിക ഗ്രാമപഞ്ചായത്ത് UDFന് ഭരണം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. LDFന് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ നിരവധിയായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ ലോക്സഭയിൽ UDFന് വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടും ഇക്കുറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞത് അഭിമാനാർഹമായിട്ടുള്ള കാര്യമായി തന്നെയാണ് കണക്കാക്കുന്നത്. ആലപ്പുഴയിലും തൃശ്ശൂരിലും ഉണ്ടായ വലിയ വോട്ട് ചോർച്ച LDFനെ അമ്പരപ്പുളവാക്കുന്ന ഒരു കാഴ്ചയാക്കുകയാണ്. കാരണം ഈ 31 ഡിവിഷനുകളിലെ ഫലം വരുമ്പോൾ 16ഓളം സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുകയും കേവലം 10 സീറ്റുകളിൽ മാത്രം LDF മുന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും ബാക്കി അവശേഷിക്കുന്ന 5 സീറ്റുകളിൽ NDA വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തുകയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൻ അടിയൊഴുക്കുകൾ നടക്കും. അതിൻ്റെ ഫലമായി UDFന് പല മേഖലയിലും അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ശുഭസൂചനകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തിനധികം പറയുന്നു, മറ്റ് പല മേഖലകളിലും ഇതിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഇപ്പോഴിതാ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ, അതായത് പാർട്ടി സെക്രട്ടറിക്കെതിരെ രൂക്ഷ പരാമർശമാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ നടത്തിയിരിക്കുന്നത്. MLA ആയിട്ടുള്ള, തളിപ്പറമ്പ് MLA ആയിട്ടുള്ള MV ഗോവിന്ദൻ എങ്ങനെ പാർട്ടി സെക്രട്ടറിയായി? തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, CPIM ജില്ലാ സെക്രട്ടറി V. ജോയിയാണ്. ഇദ്ദേഹം വർക്കല MLA ആണ്. ഒരേ സമയം ഇരട്ട പദവി എങ്ങനെ വഹിക്കാൻ പറ്റും? അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു വ്യക്തിക്ക് ഏരിയ സെക്രട്ടറിയോ അതുപോലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ആവാൻ കഴിയുന്നില്ല. അതിന് പാർട്ടി അനുവദിക്കില്ല. അതായത് താഴെ തട്ടിലുള്ളവരോട് പക്ഷപാതവും മേൽത്തട്ടിലുള്ളവരോട് വലിയ ഒരു സ്നേഹവുമാണ് CPIMന് പണ്ട് മുതലേ ഉള്ളത്. ഇത് പണ്ട് മുതലേ കാണുന്നതാണ്. CPIMൽ ഉന്നത പിടിപാടുള്ളവർക്ക്, ദിവ്യയെ പോലുള്ളവർക്ക് എന്തുമാകാം. അതാണ് വ്യക്തമാകുന്നത്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി CPIM അടിയേറ്റ അവസ്ഥയിലാണ്. കായംകുളത്തും നാട്ടികയിലും തകർന്നിരിക്കുന്നു CPIMൻ്റെ സംഘടനാ പാരമ്പര്യം എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടു.